ഞാൻ മൗസി പെരിന്തൽമണ്ണ തറയിൽ ബസ് സ്റ്റാൻഡിൽ ആദ്യമായി ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം, ഞാൻ ഇതിനെ ഇന്റർനാഷണൽ ബ്രാൻഡാക്കും. അന്ന് പലരും എന്നോട് പറഞ്ഞു, എൻ്റെ രൗലും വെള്ളം കൊണ്ട് ഇന്റർനാഷണൽ ബ്രാൻഡ് ആവും, ഒരിക്കലും നടക്കില്ല എന്ന് പലരും എന്നോട് പുച്ഛിച്ചു. പലർക്കും നമ്മുടെ ഡ്രീം ഒരു ചിരി വരുന്നതെങ്കിൽ ആ ഡ്രീമാണ് ഏറ്റവും വലിയൊരു കാര്യം, അതാണ് യഥാർത്ഥമാവുന്ന ഒരു കാര്യം എന്ന് ഞാൻ അന്ന് മനസ്സിലാക്കി. അതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് അബുദാബി മുഷ്രിഫ് മാളിൽ. ഇംഗ്ലീഷുകാരും അറബികളും കൂടുതലും വരുന്ന അബുദാബി മുഷ്രിഫ് മാളിൽ ഞങ്ങളുടെ ഔട്ട്ലെറ്റ് കഴിഞ്ഞ ആഴ്ച ഓപ്പണായി. അവിടെ ഒരു ജർമ്മൻ ഒരു കസ്റ്റമർ അവിടെ വന്നു. അയാൾ അവിൽ മിൽക്ക്, ആദ്യത്തെ അവിൽ മിൽക്ക് ഇതെന്താണെന്ന് ചോദിച്ചിട്ട് അവിൽ മിൽക്ക് കൊടുത്തു. ആ അവിൽ മിൽക്ക് കുടിച്ചിട്ട് ആൾ അത്രയും നല്ലൊരു അഭിപ്രായം പറഞ്ഞ് 2 അവിൽ മിൽക്ക് ആളെ റൂമിലേക്ക് പാർസലും കൊണ്ടുപോയി. നമ്മുടെ മലപ്പുറത്തിന്റെ ഡ്രിങ്കിനെ ഇത്രത്തോളം എത്തിക്കാൻ കഴിയുമെങ്കിൽ ഏതൊരു ബിസിനസ്സിനെയും ഒരുപാട് നമുക്ക് സ്കെയിലപ്പ് ചെയ്യാം എന്നൊരു തെളിയിച്ചൊരു ഇൻസിഡന്റ് ആയിരുന്നു ആ ഒരു സംഭവം. ഇന്ന് കേരളത്തിലും തമിഴ്നാട്ടിലും UAE-യിലും ഖത്തറിലുമായി മൗസിക്ക് 30ഓളം ഔട്ട്ലെറ്റുകളുണ്ട്. 250 തൊഴിലാളികൾക്ക് ഞങ്ങൾ തൊഴിൽ നൽകുന്നുണ്ട്. അതിൽ 12 പേർ ചെവി കേൾക്കാൻ കഴിയാത്ത, സംസാരിക്കാൻ കഴിയാത്ത 12 പേർക്കാണ് തൊഴിൽ കൊടുക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരു 10 മിനിറ്റ് മുമ്പ് ഞങ്ങൾ സൗദി അറേബ്യയിൽ ആദ്യത്തെ ഔട്ട്ലെറ്റ് ജിദ്ദ ഷർഫിയയിൽ ഈ 10 മിനിറ്റ് മുമ്പ് ഓപ്പണായി. ഇതാണ് മൗസിയുടെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്.